ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസിൽ 3 ഫാബ്രിക്കും 3 പാറ്റേണും വരുന്ന ഐറ്റംസാണ് കാണിക്കുന്നത്. കോട്ടണിൽ തന്നെ നല്ല കാഷ്വൽ വർക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിൽ വന്നിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിചിത്ര സിൽക്കിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രേപ്പ് ജോർജിൻ്റെ ഐറ്റംസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിയണ്ണയാണ്. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് കന്ത കോട്ടൺ ഫാബ്രിക് ആണ്. ഒരു റെഡിൻ്റെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് ഒരു അക്കോബയുടെ പാച്ച് വർക്ക് വന്നിട്ട് അതിൽ ബ്രഷ് പെയിൻറ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്. അതും ആ ഒരു സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ യോക്കിൽ വന്നതുപോലെ തന്നെ ബ്രഷ് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ദുപ്പട്ടയിൽ ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് ടോപ്പിൻ്റെ ആ ഒരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും. ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1395 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാട്ടോ. ഈ ഒരു കാന്ത കോട്ടണിൽ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും ചെയ്യാറെന്ന് പറഞ്ഞാൽ ബാത്തിക് പ്രിന്റിൻ്റെ ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അക്കോബയുടെ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രഷ് പെയിൻറ്റ് കൊടുത്താണ് ഈ പ്രാവശ്യം ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ബ്രഷ് പെയിൻറ്റിൽ തന്നെ വരും. സെമി ചന്ദേരിയാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആണ്. 1395 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് ഒരു യെല്ലോടെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലേക്ക് വരും. പാറ്റേൺ സെയിം തന്നെയാട്ടോ, കളറിലാണ് ഡിഫറൻസ് വരിക. ഇതെല്ലാം 1395 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ട ഒരു റെഡ് ആണെങ്കിൽ ഇതൊരു റെഡിഷ് പിങ്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടുകളിലുമാണ് ഈ ഒരു ഐറ്റംസ് വരുന്നത്. അതുപോലെ തന്നെ അക്കോബയുടെ പാച്ച് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടി ആ ഒരു ഭംഗി കൂടുകയും ചെയ്തിട്ടുണ്ട്. 1395 റേറ്റിലേക്ക് വരും. ബ്ലാക്കിൻ്റെ ഭംഗി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും സൂപ്പറായിട്ടുള്ള ആ ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതിലേക്കും ഈ ഒരു ബ്രഷ് പെയിൻ്റൊക്കെ വെച്ച് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാട്ടോ നമ്മുടെ ദുപ്പട്ടയിൽ വരിക. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1395 പ്രൈസ് വരും. സാധാരണയായിട്ട് എനിക്കൊന്ന് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ കൂടുതലും വരിക 4 കളേഴ്സിലേക്കായിരിക്കും. ഇപ്രാവശ്യം എന്തായാലും 8 9 കളേഴ്സിലേക്ക് ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് കേട്ടോ. ബർഗൻഡിയുടെ ഒരു ഷെയ്ഡാണ് അടുത്ത് വന്നിരിക്കുന്നത്. 1395 റേറ്റ് വരും. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. അത് നല്ല ഭംഗിയുള്ള ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബ്രഷ് പെയിൻറ്റ് ദുപ്പട്ടയിലും നമ്മുടെ യോക്കിലും പാച്ച് വർക്കിലും വരുന്നുണ്ട്. 1395 റേറ്റ് വരുന്നു. ഇത്ര നേരം നമ്മൾ ഡാർക്ക് ചാർട്ടൊക്കെയാണ് കണ്ടിരുന്നെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു നെൽപിങ്ങിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡിലേക്ക് വരും. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1395 റേറ്റ് വരുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്ന വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. അതും ഫസ്റ്റ് വൺ വരുന്ന ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇതൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ സെയിം കളറിലേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഫുള്ളി വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ്സ് സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് എന്ന് പറയുന്നത് 1295 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ്. ആ ഒരു സെയിം പാറ്റേൺ യോക്കിലേക്ക് ഒരു ചിക്കു കളർ കോമ്പിനേഷനിൽ എംബ്രോയിഡറി വർക്ക് വരും. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഫുള്ള് വർക്കോട് കൂടിയിട്ടാണ് ദുപ്പട്ട വരിക. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1295 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. പാറ്റേൺ സെയിം തന്നെയാട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് 4 കളേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു വൈൻ കളർ. ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള കളറുമാണ്. ഇനിയിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനോ പേഴ്സണൽ യൂസിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1295 പ്രൈസിലേക്ക് വരും. അടുത്ത നമ്മുടെ എല്ലാ വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രേപ്പ് ജോർജറ്റിലേക്ക് വന്നിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ബ്ലൂ ആണ്. ഇതിലെ ബാത്തിക് പ്രിന്റിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു ലൈൻ പാറ്റേൺ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഈ ഒരു ക്രേപ്പ് എന്ന് പറയുന്നത് തന്നെ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതിലേക്ക് ഈ ഒരു ലൈൻ പാറ്റേൺ വരുമ്പോൾ ഒന്നുകൂടെ നമുക്കൊരു ലീൻ ലുക്കും കിട്ടും. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ഒരു സെയിം കളറിൽ തന്നെയാണ്. അതും ബാത്തിക് പ്രിന്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ കേട്ടോ. മിഡിൽ പോർഷനിലോ ബാത്തിക് പ്രിന്റ് മറ്റൊരു നമ്മുടെ ടോപ്പിൽ വന്ന ഡിസൈൻ പാറ്റേൺ ആയിരിക്കും എൻഡ് പോർഷനിലേക്ക് വരിക. സ്കാറ്റേർഡ് ആയിട്ട് ബാത്തിക് പ്രിന്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ദുപ്പട്ട ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് വരിക. ഇതിൻ്റെ പ്രൈസ് 1695. ഇത് പ്രാവശ്യം 4-5 ഷെയ്ഡ്സിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ആ ഒരു ബർഗൻഡി മെറൂണിൻ്റെ പിന്നെ ഡാർക്ക് ടോൺ ബർഗൻഡിയുടെ അടുത്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സുമാണ്. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 1695 റേറ്റിലേക്ക് വരും. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒക്കേഷനിലും വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് കളറോടെ വരുന്നുണ്ട്. ഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബാത്തിക് പ്രിന്റിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ.
ഔട്ട്ലുക്ക് വരുന്നത് പോലെ. 1695 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 4 കളേഴ്സാണ് വന്നിരിക്കുന്നത്. 1695 റേറ്റിലേക്കാണ് നമ്മൾ ഈ ഒരു ക്രേപ്പിൻ്റെ ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു കോഫി ബ്രൗണും ഓറഞ്ചും കൂടെ കോമ്പിനേഷൻ വരും. പാർട്ടി പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആയിരിക്കും വരിക. സൈഡിലേക്ക് പാർട്ടി പ്രിൻറ്റിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ പാറ്റേണുമായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റ്. ഇതിൻ്റെ ദുപ്പട്ടയും ഇതുപോലെ തന്നെ ഈ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ നമുക്ക് ദുപ്പട്ടയിലും വരുന്നുണ്ട്. അതുപോലെ ഷിപ്പോരി പ്രിൻറ്റ് വരുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ഇതിൻ്റെ ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിലേക്ക് വരും. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ബോട്ടം കോൺട്രാസ്റ്റ് ആ ഒരു ഓറഞ്ച് കളറിലേക്ക് പ്ലെയിൻ ആയിട്ട് വരും. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1695 ആണ്. ഇതിൻ്റെ അടുത്തതും കോഫി ബ്രൗൺ ആണ്. അതിലേക്ക് മസ്റ്റാർഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതെന്ന് മാത്രം. ആ ഒരു ബാക്കി പ്രിൻ്റൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ തന്നെ ദുപ്പട്ട ബോട്ടം കോൺട്രാസ്റ്റ് കളറിലേക്ക് വരും. 1695 ആണ് റേറ്റ് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ഗീവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.